കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവത്തിൻ്റെ മുൻ നിർണയം, മുൻ നിയമനം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു. ദൈവം മുന്നറിയുന്നവനാണ്, സകലവും അറിയുന്നവനാണ്. ആ മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ നിർണയങ്ങൾ അനേകമായിട്ടുണ്ട്. എന്നാൽ ആ ദൈവിക നിർണയങ്ങൾ പരിപൂർത്തിയിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷയും വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അവൻ വീണ്ടെടുപ്പ് ഒരുക്കിയപ്പോൾ ലോകത്തിലെ സകല മനുഷ്യർക്കും, പാപത്തിൽ നിബന്ധിച്ച സകലർക്കും വേണ്ടിയാണ് വീണ്ടെടുപ്പ് ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഉള്ള കോളിംഗ് എന്ന് പറയുന്നത് സുവിശേഷത്താൽ എല്ലാവരെയും സമീപിക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ വിശ്വാസത്താൽ പ്രതികരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ രക്ഷയിൽ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് അവരുടെ സ്വന്തമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം തന്റെ മുന്നറിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായിട്ട് ചിലരെ രക്ഷയ്ക്കായിട്ടും ചിലരെ ശിക്ഷയ്ക്കായിട്ടും ഒരുക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തി രക്ഷിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ അത് അവൻ നിരാകരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അത് സംഭവിക്കാതിരിക്കുന്നത്. ദൈവം മനുഷ്യർക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചിട്ടില്ല. അത് പിശാചിനും ദൂതന്മാർക്കും വേണ്ടിയിട്ടാണ് നരകം ഒരുക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് കടന്നു പോകുന്നു? ദൈവം അവരെ അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചത് കൊണ്ടല്ല. പിന്നെയോ അവർ ഈ ദൈവത്തിന്റെ കോളിംഗ് അല്ലെങ്കിൽ സുവിശേഷത്താലുള്ള ദൈവവചനത്തിന്റെ കേൾവി അത് നിരസിക്കുന്നത് കൊണ്ടാണ്, അത് നിരാകരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നാം ചിന്തിക്കുന്ന ഈ വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വേദഭാഗം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സെക്ഷന്റെ അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം ഇതുവരെയുള്ള വേദഭാഗങ്ങളെ വിശദീകരിച്ച് ചിന്തിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ ഭാഗത്ത് ഈ തീസിസിന്റെ ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. മാത്രമല്ല എല്ലാ പേരും ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായിട്ട് തീർന്നിരിക്കുന്നു. റോമാലേഖനം 3-19 വാക്യത്തിൽ ഏത് വായും അടഞ്ഞ് ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതത്രേ എന്ന് നാം വായിക്കും. ഒന്നാമത്തെ ഭാഗത്തിന്റെ പ്രതിപാദ്യ വിഷയവും അതിന്റെ വിശദീകരണങ്ങളുമൊക്കെ നാം കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 3-ാം അധ്യായം 21 മുതൽ 4-ാം അധ്യായം 25 വരെയുള്ള വേദഭാഗങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണം, അതിന്റെ 3-ന്റെ വാക്യത്തിൽ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. കൂടാതെ മൂന്നാമത്തെ പഠന വിഷയം എന്ന് പറയുന്നത് 5-1 മുതൽ 8-39 വരെ വിശുദ്ധീകരണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. 6-22 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകും. ഈ മൂന്നാമത്തെ ഭാഗത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 8-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ള പ്രസ്താവനയിൽ തുടങ്ങി അനേക ആത്മീക ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസിയുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഒക്കെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന്റെ 31-ാം വാക്യം മുതൽ പൗലോസ് ഈ നിലയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഉപസംഹാരം എന്നുള്ള നിലയിൽ ഈ പ്രബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ച ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ?
നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭാഗത്ത് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു, എന്ത് സംബന്ധിച്ച് ഇതിനു മുമ്പ് പ്രതിപാദിച്ച എല്ലാ വിഷയങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പൗലോസ് ഇത് സംബന്ധിച്ച് എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉപസംഹാരം നിവർത്തിക്കുന്നത്. ഈ വേദഭാഗത്ത് പൗലോസ് ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 8-ന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ദർ ഇസ് നോ കണ്ടംനേഷൻ. ഒരു ശിക്ഷാവിധിയും ഇല്ല. ആർക്കാ? ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്നാൽ ഇതിന്റെ അവസാന ഉപസംഹാര ഭാഗത്ത് പൗലോസ് മറ്റൊരാശയം പറയുന്നു. ദർ ഇസ് നോ സെപ്പറേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുന്ന അല്ലെങ്കിൽ വിട്ടുപിരിയുന്ന ഒരവസ്ഥ ഒരു ദൈവവേദലിന് ഇല്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വേർപിരിക്കുവാനായിട്ട് സാധ്യമല്ല. രക്ഷിക്കപ്പെട്ട ഒരു പൈതലിന്റെ ദൈവപൈതലിന്റെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഭദ്രതയെ ഊട്ടി ഉറപ്പിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഭാഗം പഠിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ദിസ് പാസേജ് ഇസ് ഗോഡ് സെന്റേഡ്. ഈ വചനഭാഗം എന്ന് പറയുന്നത് ദൈവ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വചനമായിട്ട് ഇരിക്കുന്നു. എങ്ങനെ അത് മനസ്സിലാക്കാം? ഈ വായിച്ച ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ, അവിടെയും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സ്വന്തം പുത്രനെ ആദരിയായി നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഏൽപ്പിച്ചു തന്നവനെ കുറിച്ചും സകലവും നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? അവിടെയും ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷാതം കഴിക്കുകയും ചെയ്യുന്നു. അവിടെയും ദൈവത്തെക്കുറിച്ച് പറയുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ ആപത്തോ വാളോ? ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം 39-ാം വാക്യത്തിലും നമ്മുടെ കർത്താവായ യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. അപ്പൊ ഈ വേദഭാഗം എന്ന് പറയുന്നത് ഇത് ഗോഡ് സെന്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസിദ്ധമാക്കുന്ന ഒരു വേദഭാഗമായിട്ട് നിലകൊള്ളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കോൺഫിഡൻസും അഷുറൻസും നൽകുന്ന വേദഭാഗമാണ്. ക്രിസ്തുവിലുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന അഷുറൻസ്, ഉറപ്പ്. അത് പറയുമ്പോൾ അഷുറൻസ് ഓഫ് സാൽവേഷനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. ചില സമൂഹങ്ങളൊക്കെ അഷുറൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് ചിലര് ക്രിസ്തുവിലുള്ള തങ്ങളുടെ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ള ധാരണയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് ക്രിസ്തുവായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ കൂട്ടത്തിൽ ഉള്ള അനേകർ ഉണ്ട്. അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അങ്ങനെയുള്ളവർ വിശ്വാസം ത്യജിച്ച് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആ അർത്ഥത്തിലാണ് അവർ രക്ഷ നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത്. എന്നാൽ രക്ഷയുടെ കാര്യത്തെ സംബന്ധിച്ച് രക്ഷയുടെ അഷുറൻസ് എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ജനിച്ച ഒരു ദൈവവിതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സെപ്പറേഷൻ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് സാധ്യമല്ല. ആ ബന്ധം പിരിയാബന്ധമാണ്, അത് നിത്യബന്ധമാണ്. അതിനെ വേർപിരിക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല. അതൊരു റിലേഷൻഷിപ്പാണ്. അപ്പൊ അത് നിത്യജീവനാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ വിശ്വാസ ഗോളത്തിൽ അനേക ആൾക്കാര് വിശ്വാസിയാണ് എന്നുള്ള ധാരണയിൽ ജീവിക്കുന്നവരുണ്ട്. ആ ധാരണ ശരിയാകണമെന്നില്ല. അങ്ങനെയുള്ളവർ പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ വിശ്വാസം ത്യജിച്ച് അവർ വിശ്വാസത്യാഗികളായിട്ട് മാറും. അവർ നമ്മോട് കൂടെ ഉള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുമായിരുന്നു. അവർ നമ്മിൽ നിന്ന് പുറപ്പെട്ട് പോയവരാകിയാൽ അവർ നമുക്കുള്ളവരല്ല എന്ന് തെളിയേണ്ടതിന് തന്നെ എന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം
2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിനുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിലുള്ള ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അഷ്വറൻസ് ഉണ്ട്. രക്ഷ നഷ്ടപ്പെടുന്ന ഒന്ന് അല്ല. എന്നാൽ ക്രിസ്തുവിലില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അഷ്വറൻസ് കൊടുക്കുവാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്, അവർ ക്രിസ്തുവിൽ ആയിട്ടില്ല എന്നുള്ളത്, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വസിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യം, പ്രത്യേകത എന്ന് പറയുന്നത്, പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യന് സംഭവിച്ച 3 പ്രധാനപ്പെട്ട പരാധീനതകളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, അവർ കുറ്റം ചെയ്തവരാണ്, അവർ അക്യൂസ്ഡ് ആണ്. അവർ കുറ്റം അവരുടെ മേൽ, അവരുടെ തലമേൽ നിലകൊള്ളുന്നു. പാപികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെടാത്തവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമേൽ അവരുടെ പാപത്തിന്റെ ഭാരം അല്ലെങ്കിൽ ആ കുറ്റം അവരുടെ തലമേൽ ഇരിക്കുന്നുണ്ട്. അക്യൂസേഷൻ, കുറ്റാരോപണം, അത് പാപികളുടെ തലമേൽ നിൽക്കുന്നുണ്ട്. പാപികളുടെ മേൽ കണ്ടംനേഷൻ ഉണ്ട്, ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. പാപികളോടുള്ള ബന്ധത്തിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, തിന്നുന്ന നാളിൽ നീ മരിക്കും. മാത്രമല്ല, ആ നിലയില് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ആ നിലയില് ഒരു പാപത്തിന്റെ വലിയ ശിക്ഷ അവരുടെ തലമേൽ ഉണ്ട്. മറ്റൊരു കാര്യം, പാപികളായ മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൽ വല്ലഭത്തോടുകൂടിയ അവന്റെ സാന്നിധ്യം വിട്ടകന്ന് നിത്യ ശിക്ഷാവിധി അവർ അനുഭവിക്കും. അവർ ദൈവത്തിൽ നിന്നുള്ള ഒരു എറ്റേണൽ സെപ്പറേഷന് വേണ്ടിയിട്ട് അവർ നിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്യൂസേഷനും കണ്ടംനേഷനും സെപ്പറേഷനും ഒരു പാപിയെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായ വസ്തുതയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചുള്ള അക്യൂസേഷന് യാതൊരു പ്രസക്തിയുമില്ല. അവരുടെ മേലുള്ള കണ്ടംനേഷൻ അല്ലെങ്കിൽ ശിക്ഷാവിധി എന്ന് പറയുന്നത് അത് നീങ്ങിപ്പോയി, ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. ഇനി ദൈവത്തിൽ നിന്നുള്ള ഒരു സെപ്പറേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അവരുടെ നിത്യതയിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല. ഈ നിലയിൽ നമുക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന 3 മഹൽ പദവികളെ കുറിച്ച് ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ അഷ്വറൻസിന്റെ ആണിക്കല്ലായിട്ട് നിൽക്കും. യേശു കർത്താവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും അത് വീണ്ടെടുപ്പ് വേലയുടെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നിലകൊള്ളുകയാണ്. അപ്പൊ വീണ്ടെടുപ്പ് പദ്ധതി മുഴുവൻ ആധേയപ്പെട്ടിരിക്കുന്നത് യേശു കർത്താവും ക്രൂശിലെ രക്ഷണ്യ വേലയിലും ആണ്. അത് ഇവിടെയും നമുക്ക് ഉറപ്പിച്ച് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗം പൗലോസ് വിശദീകരിക്കുമ്പോൾ ചോദ്യം ചോദിച്ചിട്ട് അതിനുത്തരം പറഞ്ഞുകൊണ്ടുള്ള ഒരു ശൈലിയിലാണ് ഇതിന്റെ വിശദീകരണങ്ങൾ ഇവിടെ നൽകുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് നോക്കിയാൽ ഇവിടെ ഏകദേശം 4 ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ആദ്യത്തെ പരാമർശം വിട്ടുകഴിഞ്ഞാൽ 5 ചോദ്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ 5 ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ഈ വചനഭാഗം നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഓരോരുത്തരും വേദപുസ്തകം കയ്യിലുണ്ട് എങ്കിൽ ആ 5 ചോദ്യങ്ങൾ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊള്ളൂ. റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങളിൽ കാണുന്ന 5 ചോദ്യങ്ങൾ. അതിൽ ആദ്യത്തെ, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു, അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്ത് പറയേണ്ടു, ഇനി പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ചോദ്യവും ഉത്തരവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1-ാമത്തെ ചോദ്യം, പ്രതികൂലം ആർ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ശരി. 2-ാമത്തെ ചോദ്യം, സകലവും നൽകാതിരിക്കുമോ? സകലവും നൽകാതിരിക്കും. സ്വന്തം പുത്രനെ 32-ാമത്തെ വാക്യത്തിലാണ്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കും. 3-ാമത്തെ ചോദ്യം, ആർ കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. 33-ാമത്തെ വാക്യം. അത് 3-ാമത്തെ ചോദ്യം. 4-ാമത്തെ ചോദ്യം, ശിക്ഷ വിധിക്കുന്നവനാർ? നീതിയിരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. ഓക്കെ. ഇനി 5-ാമത്തെ ചോദ്യം, വേർപിരിക്കുന്നവനാർ? വേർപിരിക്കുന്നതാ. ഈ 5 ചോദ്യങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ ഉത്തരങ്ങൾ നാം വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഭാഗത്തിന്റെ വിശദീകരണം ആയി കഴിയും. ഓരോ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്,
ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആർ. ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇഫ് ഗോഡ് ഈസ് ഫോർ അസ്, ഓക്കെ, ഇഫ് ഗോഡ് ഈസ് ഫോർ അസ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഹു ക്യാൻ ബി എഗൻസ്റ്റ് അസ്, ആർക്ക് നമുക്ക് എതിരായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കും. ഇത് ഇഫ് എന്നുള്ള പ്രയോഗം സാധാരണ കണ്ടീഷണലായിട്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. അപ്പൊ അത് കണ്ടീഷണലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഗ്രീക്കിലെ ഭാഷാന്തരത്തിന് അതിനുള്ള ആശയം എന്ന് പറയുന്നത് സിൻസ് ഗോഡ് ഈസ് ഫോർ അസ്, ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രതികൂലമായിട്ട് ആർക്ക് നിൽക്കാൻ കഴിയും. ദൈവം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ? ഗോഡ് ഈസ് ഫോർ അസ്. വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ ആ നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെ? ഗോഡ് വിത്ത് അസ്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം അതിന്റെ മധ്യേയുണ്ട്. സങ്കീർത്തനം 46:5 നാം വായിക്കുന്നുണ്ട്, ദൈവം അതിന്റെ നടുവിൽ ഉണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവം ഗോഡ് ഈസ് ഫോർ അസ്, ദൈവം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു അല്ലെങ്കിൽ നിലകൊള്ളുന്നു. എങ്ങനെ അറിയാം ദൈവം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത്? അനേകം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കുന്നത്, പുത്രനെ ആദരിയാതെ നമുക്ക് തന്നിരിക്കുന്നു. ദൈവം വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അനുകൂലമായിട്ട് നിലകൊള്ളുകയാണ്, അല്ലെ? നീതിയിരിക്കുന്നവൻ ദൈവം, അവൻ നീതീകരിക്കുന്ന ദൈവമാണ്. ദൈവം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്ക് ചുമത്തും? ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ നിലയില് ദൈവം അനുകൂലമായിട്ട് നമുക്ക് നിലകൊള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതികൂലം ആർ എന്നാണ് ചോദ്യം. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നാം പ്രതികൂലങ്ങൾ മാത്രം കാണുന്നവരാണ്. എന്ത് കാര്യങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ പർവ്വതീകരിച്ച് കാണുന്നവരാണ്. നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തെ, നമുക്ക് അനുകൂലമായിട്ട് നിലകൊള്ളുന്ന ദൈവത്തെ പലപ്പോഴും നാം കാണാതെ പോകുന്നു. അപ്പോൾ നാം ക്ഷീണിതരായിട്ട് തീരുവാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിൽ വിശ്വാസിക്ക് പ്രതികൂലങ്ങളുണ്ട്, അതിന് സംശയമൊന്നും വേണ്ട. എന്നാൽ പ്രതികൂലങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല. പ്രതികൂലം ആരെന്ന് ചോദിക്കുമ്പോൾ പ്രതികൂലം ആരുമില്ല എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രതികൂലമുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിക്കുന്ന ദൈവത്തിന്റെ അനുകൂലം വിശ്വാസിക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസിക്ക് ഭൂമിയിൽ പ്രതികൂലങ്ങൾ അനവധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ ആനുകൂല്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളായിട്ട് നാം ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിന്റെ ആശയം. ദൈവമക്കളുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടെത്തുന്ന പ്രതികൂല കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. എബ്രായലേഖനം 11:38 വാക്യത്തിൽ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, ലോകം അവർക്ക് യോഗ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 17:14 വാക്യത്തിൽ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകയ്ക്കും. ഇപ്പൊ ലോകത്തിന്റെ വീഴ്ച സംഭവിച്ച ആ ഒരു സംവിധാനമുണ്ടല്ലോ, അതിനെയാണ് ലോകം എന്ന് പറയുന്നത്. ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തിലെ വസ്തുക്കളോ വ്യക്തികളോ അങ്ങനെ നാം ചിന്തിക്കേണ്ടതില്ല. ലോകത്തില് ഒരു സിസ്റ്റമുണ്ട്, അല്ലെ? പിശാച് ആ വലിയ മലയിൽ കൊണ്ടുപോയിട്ട് സകലതും കാണിച്ചിട്ട് ഇതെല്ലാം എൻ്റെ അധികാര പരിധിയിലാണ് എന്ന് യേശു കർത്താവിനോട് പറയുന്നു. അതെന്താ അധികാര പരിധി എന്ന് പറയുന്നത്? ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണല്ലോ. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെയൊക്കെ അധികാരി പിശാചാണ്? ഒരിക്കലും അല്ല. എന്നാൽ ഇവിടെ ഒരു കറപ്റ്റഡ് വേൾഡ്ലി സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നിയന്ത്രിക്കുന്നത്, കൈയാളുന്നത് ആരാണ്? ദൈവമല്ല, പിന്നെയോ പിശാചാണ്, അല്ലെ? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടത്തെ ഈ ലോകത്തിന്റെ ദൈവമായിട്ട് പരിഗണിച്ചിരിക്കുന്നത് പിശാചിനെയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ്ലി സിസ്റ്റം മുഴുവൻ എന്താണ്? കറപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ പിശാചിന്റെ സ്വാധീന വലയത്തിലാണ്. അപ്പൊ അവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ? അനുകൂലം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവർക്ക് എപ്പോഴും ലോകത്തിൽ നിന്നുള്ള പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിശാച് താൻ തന്നെ വിശ്വാസികൾക്കെതിരായിട്ട് നിലകൊള്ളുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 2:11 വാക്യത്തിൽ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്,
എന്ന് പറഞ്ഞാൽ നമ്മെ തോൽപ്പിക്കാനായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവൻ നിലകൊള്ളുന്നു. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് നാം വായിക്കുന്നു. അപ്പൊ പിശാച് വിശ്വാസികൾക്ക് എതിരായിട്ടുണ്ട് അല്ലെ. ഇവിടെ പ്രതികൂലം ആര് എന്ന് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ കറപ്റ്റഡ് സിസ്റ്റം വിശ്വാസികൾക്ക് പ്രതികൂലമായിട്ടുണ്ട്. മാത്രമല്ല പിശാച് താൻ തന്നെ പ്രതികൂലമായിട്ട് ഉണ്ട്. മാത്രമല്ല അവർ ഫ്ലഷ് ഈസ് അഗൻസ്റ്റ് us. റോമാലേഖനം 7:23 വാക്യത്തിൽ എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ പോരാട്ടം വളരെ വളരെ സ്പഷ്ടമാണ്. അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു പാപപ്രമാണമുണ്ട്. അത് ബുദ്ധിയുടെ പ്രമാണത്തോട് അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രമാണത്തോട് എതിരായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വാസ്തവമായിരിക്കുമ്പോൾ തന്നെ ഗോഡ് ഈസ് ബിഗർ ദാൻ ഓൾ ദീസ് ഹോസ്റ്റിലിറ്റീസ്. ദൈവം ഇവയെക്കാളുമൊക്കെ വലിയവനാണ്. അങ്ങനെയുള്ള ദൈവമാണ് ഗോഡ് ഈസ് ഫോർ us എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദൈവം അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനായിട്ട് അതിനേക്കാൾ വലിയവനായിട്ടുള്ള ദൈവം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത് കൊണ്ട് ദൈവമക്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ധൈര്യമായിട്ട് നിൽക്കാനായിട്ട്. നാം ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണ ജയം പ്രാപിക്കും. ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. അപ്പൊ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിലോ അതിന്റെ മധ്യത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകും. എബ്രായലേഖനം 13:6 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? അപ്പൊ ദൈവം അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് മനുഷ്യനെ പേടിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ആ വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. നെഹമ്യാവ് 1:8 വാക്യത്തിൽ നെഹമ്യാവിന്റെ ഒരു 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 പ്രസ്താവനയുണ്ട്. എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് എനിക്കത് തന്നു എന്ന് പറയുന്നതായിട്ട് കാണും. അപ്പോ നെഹമ്യാവ് ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ കൈ, ദൈവത്തിന്റെ ദയയുള്ള കൈ തനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവിന്റെ ഹൃദയത്തെ പോലും എന്ത് ചെയ്യാൻ സാധിച്ചു? ഒരുക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തില് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. യോസേഫില്ല, ബെന്യാമിൻ ഇല്ല, പിന്നെ ശിമിയോനും ഇല്ല, ഇപ്പൊ ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോവുക, സകലവും എനിക്ക് പ്രതികൂലം. യാക്കോബ് നോക്കുമ്പോൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് തനിക്ക് മുമ്പിൽ കാണുവാനുള്ളത്. ശരിയാണ്, മാനുഷികമായിട്ട് പ്രതികൂലങ്ങൾ തന്നെയാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? യാക്കോബിന് അത് കാണുവാൻ സാധിച്ചില്ല. എന്നാൽ പിന്നത്തേതിൽ ആ യോസേഫ് അയച്ച രഥങ്ങളെയും കുതിരകളെയൊക്കെ കണ്ടപ്പോൾ അവന് അവന്റെ ഹൃദയം ജീവസുള്ളതായിട്ട് ചൈതന്യമുള്ളതായിട്ട് തീർന്നു എന്നാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ നമുക്ക് അത് വലുതായിട്ട് ചിന്തിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിൻ്റെ പിന്നിലൊക്കെ ദൈവത്തിന്റെ ദയയുള്ള കൈ അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എത്രയോ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ, രണ്ടാമത്തെ ചോദ്യം. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും നൽകാതിരിക്കും. ഇവിടെ പുത്രനെ മാറ്റിവെക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ഒരു ദൈവത്തെ കുറിച്ച് വായിക്കുക. അങ്ങനെ പുത്രനെ തരുവാൻ മടിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മടിക്കാത്ത ദൈവം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മിൽ നിന്ന് മാറ്റി നിർത്തുമോ? അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? യെസ്, സകലവും അവൻ നൽകുക തന്നെ ചെയ്യും. ഈ വാക്യത്തിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 22-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം അവിടെ ഉണ്ടായാണ്, ബാലിന്റെ മേൽ കൈവയ്ക്കരുത് എന്നിട്ട് അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട്, ഏകദേശം അതേ ഭാഷാപ്രയോഗം തന്നെയാണ് ഈ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്.
സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ചു തന്നവൻ എന്ന് പറഞ്ഞാൽ, സ്വന്തം പുത്രനെ നൽകുവാൻ മടിക്കാതെ, സ്വന്തം പുത്രനെ ക്രൂസിൽ തറപ്പിച്ചു കൊല്ലുവാൻ മടി കാണിക്കാതെ, പുത്രനെ വിട്ടുതരുവാൻ പാപികൾക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി, അഭക്തർക്ക് വേണ്ടി വിട്ടുതരുവാൻ മടിക്കാതെ. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അല്ലെ, God did not spare his own son. അല്ലെ, he who did not spare his own son but gave him up for us all, how will he not also with him generously or graciously give us all things? അപ്പൊ സ്വന്തം പുത്രനെ ആദരിയാതെ, സ്വന്തം പുത്രനെ മാറ്റിവെക്കാതെ, നൽകുവാൻ മടി കാണിക്കാതെ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലായോ? സ്വർഗത്തിലെ ദൈവത്തിന് നൽകുവാൻ സാധിക്കുന്നതിൽ ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും വിലയുള്ള, ഏറ്റവും ഇതിലപ്പുറം ഒന്നും നൽകുവാനായിട്ടില്ല. സ്വന്തം പുത്രനെ, ദൈവകുമാരനെ നമുക്ക് വേണ്ടി നൽകുവാനായിട്ട് സ്വർഗം പ്രസാദിച്ചു. അങ്ങനെ നമ്മെ സ്നേഹിച്ച് കാൽവറി ക്രൂശിൽ തന്റെ പുത്രനെ കൊന്ന് മറുവില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി എങ്കിൽ, അത്രയും വില കൊടുത്താണ് നമ്മെ പർച്ചേസ് ചെയ്തത്, അവനോടുകൂടെ സകലവും നൽകാതിരിക്കും. തീർച്ചയായിട്ടും നൽകും. ഏകദേശം ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രയോഗം നമുക്ക് മത്തായി സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എത്ര അധികം. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. സ്വർഗത്തിലെ പിതാവ് എത്ര അധികം നൽകുവാൻ മനസ്സുള്ളവരാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, God so loved the world that he gave his only begotten son. ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ഫലമായിട്ട് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ മടിച്ചില്ല, നൽകുവാൻ തക്കവണ്ണം. എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഒരു സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രദർശിപ്പിക്കുവാനായിട്ട്, കാണിക്കുവാനായിട്ടില്ല. അല്ല, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഇനി ഇതിലപ്പുറം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അല്ലെ, യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം, അതിന്റെ 3-ാം അധ്യായത്തില് നാം ഇങ്ങനെ വായിക്കുന്നു. 4-ാം അധ്യായം, അതിന്റെ 8, 9. ഓക്കെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവ സ്നേഹം തന്നെ. 9-ാം വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷം. ശ്രദ്ധിച്ചോണേ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ എന്താ പ്രത്യക്ഷമായത്? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് മനുഷ്യരോട് വല്ലാത്ത സ്നേഹം. ഈ സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എങ്ങനെ അറിയാം? ആ സ്നേഹം എത്രമാത്രമാണ് എന്നുള്ളത് പ്രദർശിപ്പിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ, ഒരു കന്യകാ ജനനത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ നിയോഗിച്ച് അയച്ചു എന്നുള്ളത്, അത് ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം അത് ചിന്തിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് ഭൂമിയിൽ വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? 8-ാമത്തെ സങ്കീർത്തനത്തിൽ നാം അങ്ങനെയാ വായിക്കുന്നത്, അല്ലെ? നീ മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ ഉണ്ടാക്കിയ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതൊക്കെ നോക്കുമ്പോൾ മനുഷ്യനെ ഓർക്കേണ്ടതിന് എന്ത്? കേവലം പൊടിയായ കൃമിയായ മനുഷ്യൻ. അവൻ പാപം ചെയ്തപ്പോൾ, അവൻ വീഴ്ച സംഭവിച്ചപ്പോൾ അവനെ ഓർത്തിട്ട് അവന് വേണ്ടി
പുത്രനെ മരിക്കേണ്ടതിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത് നമ്മോടുള്ള ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനമായിട്ട് നിലകൊള്ളുകയാണ്. ഓക്കെ, ദൈവത്തിന്റെ സ്നേഹം എത്രയോ അത്ഭുതകരമായിരിക്കും. ഓക്കെ, അങ്ങനെ സ്നേഹിച്ച ഒരു ദൈവം ഇനി എന്തെങ്കിലും തൻ്റെ മക്കളിൽ നിന്ന് വിത്ത്ഹെൽഡ് ചെയ്യും, തരാതിരിക്കുമോ? ഇത്രയും വലിയ വില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ അതിനോടുകൂടെ നൽകാതിരിക്കുമോ? ഉത്തരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നൽകാതിരിക്കുമോ, സകലവും നൽകാതിരിക്കുമോ? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സകലവും നൽകുക തന്നെ ചെയ്യും. നിശ്ചയമായിട്ടും സകലവും നൽകുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത് എന്താണ് ഈ സകലവും നൽകുക എന്ന് പറഞ്ഞിരിക്കുന്നത്? സകലവും നൽകും, സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നാം അവിടെ ചിന്തിച്ചു, എന്താണ് സകലവും? എന്ത് നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നത്? ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും പൊസഷൻസിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇവിടെ പറഞ്ഞത്. സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താ? തൻ്റെ പുത്രനോട് അനുരൂപമാകുന്ന ദൈവീക പദ്ധതിക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് ആ നന്മയിലേക്ക് സകലവും കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സകലവും സകലവും നൽകാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ? വാട്ടെവർ ഈസ് നെസസറി ടു കംപ്ലീറ്റ് ഹിസ് പർപ്പസ് ഇൻ us, ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നമ്മിൽ പൂർത്തീകരിക്കുവാനായിട്ട് ആവശ്യമുള്ളത് എന്തും ആര് നൽകും? ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും, നൽകുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, അത് നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് സകലവും നൽകുമോ നൽകാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും നൽകും. ദൈവഹിതപ്രകാരം പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും നമുക്ക് നൽകുക തന്നെ ചെയ്യും, ഇതിന് യാതൊരു സംശയവും വേണം. എന്നാൽ ഇവിടെ സകലവും നൽകാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവഹിതപ്രകാരം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു വിശ്വാസിക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകുക തന്നെ ചെയ്യും. അത് ഭൗതികമാകട്ടെ, അത് ശാരീരികമാകട്ടെ, അത് ആത്മീകമാകട്ടെ, ദൈവം നൽകുക തന്നെ ചെയ്യും. അത് ദൈവത്തിന്റെ ഹിതത്തിൽപ്പെട്ട കാര്യമാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രേഷ്യസ്ലി, ദൈവം കൃപയോടെ തരുമെന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. സകലവും നൽകാതിരിക്കുമോ? ദൈവത്തിന്റെ കൃപാകടാക്ഷം അതിന്റെ മേലുണ്ട് എന്നുള്ളതാണ്. ദൈവം തന്റെ കൃപ ധാരാളമായിട്ട് അതിന്റെ പിന്നിൽ ചൊരിയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ശത്രുക്കൾക്ക് വേണ്ടി പുത്രനെ നൽകിയതിനാൽ മക്കൾക്ക് വേണ്ടി എത്ര അധികം അവൻ നൽകും, എത്രയധികം കൃപയോടെ നൽകും അല്ലെ? നമ്മൾ സാധാരണ ദൈവം നമുക്ക് നൽകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മഹത്വത്തോടെ തന്റെ ധനത്തോണം പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗത്തിൽ അല്ലെ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തന്റെ ധനത്തിനത്തോണം പൂർണ്ണമായിട്ട് തീർത്തു തരും. അപ്പോൾ ദൈവം നൽകുന്നതെല്ലാം എന്താ? അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. മാത്രമല്ല ദൈവത്തിന്റെ കൃപയുടെ അടിസ്ഥാനത്തിലാണ് അത് നൽകുന്നത്. സകലവും ധാരാളമായിട്ട് നൽകുന്ന ഒരു ദൈവം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമ്മുടെ ദൈവം പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചുവെങ്കിൽ അതോടുകൂടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തും അവൻ നമുക്ക് നൽകും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്താ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ. 8-ാം അധ്യായം പഠിച്ചപ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും തന്നെ, നാം പുത്രന്മാരായിട്ട് ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെങ്കിൽ നാം ആരാണ്? നാം അവകാശികളാണ്. ആ അവകാശം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെയുള്ള കൂട്ടവകാശം. അപ്പൊ സ്വന്തം പുത്രനെ ആദരിയാതെ തന്നെങ്കിൽ അവനോടുകൂടെ,
എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുള്ളതെല്ലാം നാമുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അവന് മനസ്സ്. അത് സ്വർഗത്തിലെ സകല ആത്മീക നന്മകളും ഉൾക്കൊള്ളുന്ന ഒരു അനുഗ്രഹമാണ് ഇവിടെ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ആർ കുറ്റം ചുമത്തും? അക്യൂസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറ്റം ചുമത്തൽ എന്ന് പറയുന്നത്, കുറ്റാരോപണം എന്ന് പറയുന്നത് വേദനാജനകമാണ്. ഒരുപക്ഷെ നാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ആരെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നമുക്ക് വളരെ വേദനയുണ്ടാവും. ഇനി കുറ്റത്തിന് സംഗതി ഇല്ലാതിരുന്നിട്ടും അകാരണമായിട്ട് കുറ്റാരോപിതരാകുമ്പോൾ അതിന്റെ വേദന വലിയ വേദനയാണ്, അല്ലെ? കുറ്റപ്പെടുത്തൽ, കുറ്റം ചുമത്തൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് താങ്ങുന്നതിനും അപ്പുറമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ഓക്കെ, ഹൂ ഷാൽ ബ്രിങ് എനി ചാർജ് അഗൻസ്റ്റ് ഗോഡ്സ് എലക്ട്? ദൈവം തിരഞ്ഞെടുത്തവർ, ദൈവമക്കൾ, ദൈവത്തിന്റെ വൃതന്മാർ, ദൈവമക്കൾ, ദൈവത്തിന്റെ ഭക്തന്മാർ എന്നൊക്കെ പറയുന്നതാണ് ദൈവം തിരഞ്ഞെടുത്തവർ, അല്ലെങ്കിൽ ദൈവമക്കൾ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെ കുറ്റം ആരോപിക്കുവാനായിട്ട് ധൈര്യമുള്ളത് ആരാ? കുറ്റാരോപണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുറ്റാരോപണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പിശാചിനെ കുറിച്ച്. രാപ്പകൽ തന്റെ വൃതന്മാരെ കുറ്റം ആരോപിക്കുന്ന ദൂഷകനായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, 12-ന്റെ 10-ാമത്തെ വാക്യം. ഓക്കെ, തന്റെ ദാസന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാചിനെ എന്നവിടെ പറയുന്നുണ്ട്. പിശാച് കുറ്റം ആരോപിക്കുന്നവരാണ്. ഈ കുറ്റം ആരോപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, പിശാച് ആരോപിക്കുന്ന ചില കുറ്റങ്ങളൊക്കെ ജെനുവിനാണ്, ചില കുറ്റങ്ങളൊന്നും ജെനുവിനല്ല, അല്ലെ? യോശുവ മഹാപുരോഹിതനായിരുന്ന യോശുവയെ കുറിച്ച് ദൈവസന്നിധിയിൽ കുറ്റാരോപണവുമായിട്ട് പിശാച് ചെന്നു. ആരോപണം എന്താ? യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. അത് ശരിയായിരുന്നു. കാരണം എന്താ? പിശാചിനോട് പറഞ്ഞത്, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ്. അതുകൊണ്ട് നിനക്കെന്തില്ല, നിനക്ക് ഈ കുറ്റം ആരോപിക്കാൻ പറ്റില്ല. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ അഴുക്ക് നീക്കുവാനായിട്ട് എനിക്ക് മനസ്സ്. ദൂതനെ വിടുകയാണ്, യാഗപീഠത്തിൽ നിന്ന് കനൽ എടുത്തുകൊണ്ട് അവനെ ശുദ്ധീകരിക്കുവാനായിട്ട്, വീണ്ടും വിശുദ്ധനായിട്ട് നിർത്തുവാൻ വേണ്ടി, അവന്റെ വസ്ത്രത്തിന്റെ കളങ്കങ്ങൾ നീക്കുവാനായിട്ട് ദൈവം തന്റെ ദൂതനെ അവിടെ നിയോഗിച്ച് അയക്കുകയാണ്. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് കുറ്റം ആരോപിക്കുവാൻ വേണ്ടി പിശാച് ദൈവസേനയിൽ നിന്നു നാം വായിക്കും. അവിടെ ആരോപിച്ച കുറ്റം, വെറുതെയോ അവൻ നീതിമാനായിരിക്കുന്നു, നീ അവനെല്ലാ വിധ അവനുള്ളതിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും, അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, നിന്റെ ഭക്തനായിരിക്കും. അത് തെറ്റായിട്ടുള്ള ആരോപണം. കാരണം ദൈവം ഈ പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഇയ്യോബ് വളരെ ഭക്തനായിട്ടൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് പിശാചിന്റെ വീക്ഷണമാണ്. അത് ദൈവം എന്ത് ചെയ്യുകയാണ്? അത് തിരുത്തുകയാണ്, മാത്രമല്ല അത് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ അവന്റെ സംരക്ഷണം കൊടുത്തത് കൊണ്ടാണോ അവൻ ദൈവഭക്തനായിരിക്കുന്നത്? നീ പൊളിച്ചുകൊള്ളുക, അല്ലെ? അവന്റെ പ്രാണനിൽ മാത്രം തുടരുത്, ബാക്കിയെല്ലാം നീ പൊളിച്ചുകൊള്ളുക. അവിടെ ദൈവം പ്രൂവ് ചെയ്യാനായിട്ട് ഇയ്യോബിനെ ഉപയോഗിക്കുക. പിശാചിന് പിന്നെ ഒരു മറുപടിയും പറയുവാനായിട്ട്, ആരോപണവും പറയുവാനില്ലാത്ത വിധം അവൻ അവിടെ തോൽക്കുകയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ കുറ്റം ആരോപിക്കുന്ന പിശാചിനെ, അവന്റെ വാദത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ല, പിന്നെയോ ആ വാദത്തിന് മറുവാദം ഉന്നയിക്കുക എന്നുള്ളതാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാര്യം. ആ വാദത്തിന് മറുവാദം,
എന്താ മറുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവൻ പറയുന്ന വാസ്തവമാണെങ്കിൽ പോലും യേശു കർത്താവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് എന്താ പിശാചിന്റെ ഏത് ആരോപണത്തെയും മറികടക്കുവാനുള്ള ദൈവത്തിന്റെ സൊല്യൂഷനാണ് അവിടെ നാം കാണുന്നത്. പ്രിയമുള്ളവരെ, കുറ്റം ആരോപിക്കുന്നത് ആർ? പിശാചിന് കുറ്റം ആരോപിക്കുവാൻ സാധ്യമല്ല. നമുക്കറിയാം, ന്യായപ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. ന്യായപ്രമാണം പലപ്പോഴും ദൈവജനം വായിക്കുമ്പോൾ അത് നമ്മെ എന്ത് ചെയ്യും? കുറ്റപ്പെടുത്തും, കുറ്റം ആരോപിക്കും. എന്നാൽ അതിനും പരിഹാരം ദൈവം എന്ത് ചെയ്തു? ദൈവം വരുത്തിയിരിക്കുകയാണ്. ആ പ്രശ്നത്തെ നീക്കുവാനായിട്ട് ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുന്നു? പരിഹാരം തന്നിരിക്കുന്നു. കുറ്റം ചുമത്തുവാൻ ഇനി ആർക്കും സാധ്യമല്ല. മനസാക്ഷിയുടെ കുറ്റവിചാരണയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് റോമാലേഖനം 2-ാം അധ്യായത്തിൽ. അവരുടെ മനസാക്ഷി കൂടെ എന്ത് ചെയ്തു? വാദിച്ചും കുറ്റം പറഞ്ഞും അവരെ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തിലുള്ളത് അവരുടെ ഹൃദയത്തോട് സംവദിക്കുന്നു എന്ന് നാം വായിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 3:20 ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനാകും. യോഹന്നാന്റെ 1-ാം ലേഖനം 3:20. എന്താ അതിന്റെ ആശയം? ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുറ്റാരോപണത്തെ പോലും എന്താ മറികടക്കുവാനായിട്ട് ദൈവം കഴിവുള്ളവനാണ്. എന്താ? ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ കുറ്റാരോപണം പോലും പരിഹരിക്കുവാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തിന് സാധിക്കും. അപ്പോ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ദർ ഇസ് നോ മോർ അക്യൂസേഷൻ. നിലനിൽക്കുന്ന അക്യൂസേഷൻസ് ഇല്ല. എന്താണ് കാരണം? അതിന്റെ അടുത്ത വാക്യം കൂടെ ചേർന്ന് നമുക്കതിന്റെ ഉത്തരം ചിന്തിക്കാം. അടുത്ത 4-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നത് ആർ? ഇത് 2 ചോദ്യത്തിനും കൂടെ മറുപടി തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. ദൈവമാണ് നീതീകരിക്കുന്നത്. പിന്നെ അതാ ശിക്ഷ വിധിക്കുന്നത് ആര്? റോമാലേഖനം 3:21 വാക്യം നാം നേരത്തെ വായിച്ചു. അവിടെ ദൈവമാണ് നീതീകരിക്കുന്നത്. നമ്മുടെ ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 3:21 വാക്യം. ഇപ്പോൾ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നീതി യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി. ഇതാണ് ദൈവത്തിന്റെ നീതീകരണ പദ്ധതി എന്ന് പറയുന്നത്. നീതീകരിക്കുന്നവൻ ദൈവം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോടതി മുറിയിലെ വ്യവഹാരത്തിന് തുല്യമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇവിടെ കാണുന്നത്. നീതീകരണം എന്ന് പറയുന്നത് കോർട്ടിലെ ഒരു ജഡ്ജ്മെന്റ് പോലെയാണ്. സ്വർഗീയ കോടതിയിലെ പിതാവായ ദൈവത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. ജസ്റ്റിഫൈഡ്. ആ നീതി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ സ്വന്തം നീതിയല്ല. കാരണം എല്ലാവരുടെയും നീതി ദൈവസന്നിധിയിൽ കുറവുള്ളതാണ്. ദൈവിക നിലവാരത്തോട് താരതമ്യം ചെയ്യുവാനാകില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് അവനിൽ തന്നെ ഒരു നീതിയും ദൈവത്തിന് സ്വീകാര്യമല്ല. പകരം യേശുക്രിസ്തുവിന്റെ നീതി, നമ്മുടെ കുറ്റങ്ങളും അതിന്റെ ശിക്ഷകളും മുഴുവൻ, നേരത്തെ പറഞ്ഞല്ലോ, കുറ്റാരോപണങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ തലമേൽ കുന്നുകൂടിയിരിക്കുന്ന പാപത്തിന്റെ ആ ഒരു വലിയ ഭാരമുണ്ടല്ലോ, അതിന്റെ ശിക്ഷ എന്ന അതിന്റെ കണ്ടംനേഷൻ, അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞ വലിയ ഭാരം, വലിയ കടം, ഇത് ഓരോ വ്യക്തിയുടെയും തലമേൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ആ കടം മുഴുവൻ, ആ ഡെപ്റ്റ് മുഴുവൻ യേശുക്രിസ്തുവിന്റെ തലമേൽ ചുമത്തിയിട്ട്, അവന്റെ മേൽ ചുമത്തിയിട്ട് അവനെ ഒരു പാപമാക്കി കാൽവരി ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷ അവൻ പുത്രന്റെ മേൽ ചുമത്തി. പാപത്തിന്റെ ശിക്ഷ പുത്രന്റെ മേൽ അവൻ ചുമത്തി. അപ്പൊ നമ്മുടെ മേൽ നിലനിന്നിരുന്ന അനീതിയാകട്ടെ, പാപമാകട്ടെ, പാപത്തിന്റെ ശിക്ഷാവിധി ആകട്ടെ, നമ്മുടെ മേലുള്ള പാപത്തിന്റെ കുറ്റം ആകട്ടെ, ഇതെല്ലാം പുത്രൻ ചുമന്ന് ക്രൂശിൽ എന്ത് ചെയ്തു?
അവൻ അതിന് പരിഹാരം വരുത്തി. പാപത്തിന്റെ സമ്പൂർണ്ണ ശിക്ഷയും പുത്രന്റെ മേൽ ചൊരിയപ്പെട്ടതിലൂടെ, ക്രൂശിൽ അത് ഏറ്റെടുത്തതിലൂടെ നാം യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റം, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു പിരിക്കുന്ന കർത്താവ്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ക്രൂശിൽ മനുഷ്യന്റെ, മാനവജാതിയുടെ പാപം മുഴുവനായിട്ട് പൂർണ്ണ അളവിൽ ഏറ്റെടുത്ത് അവന്റെ തലമേൽ ചുമത്തി അതിന്റെ ശിക്ഷാവിധി മുഴുവൻ യേശു കർത്താവ് തന്റെ ശരീരത്തിൽ വഹിച്ച് ചുമന്ന് നീക്കി. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പൊ അങ്ങനെ ഈ ശിക്ഷയും കുറ്റവും പാപവും ഒക്കെ പുത്രൻ ചുമന്ന് നീക്കിയത് കൊണ്ട് പുത്രൻ വിശ്വസിക്കുന്ന ഏത് വ്യക്തി വിശ്വസിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരിലുള്ള വിശ്വാസമാണ്? യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി. യേശു ക്രിസ്തുവിങ്കിൽ വിശ്വസിക്കുന്ന ഏവരുടെയും മേൽ ദൈവത്തിന്റെ നീതി കണക്കിടുകയാണ്. അത് ഏത് നീതിയാണ്? പുത്രന്റെ നീതി, പുത്രന്റെ പെർഫെക്റ്റ് റൈച്ചസ്നെസ്. ആ നീതി കണക്കിടുകയാണ്. നീതീകരിക്കുന്നവൻ ദൈവം സ്വർഗീയ കോടതിയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലവരെയും നീതീകരിച്ചിരിക്കുന്നു, ക്രിസ്തുവിന്റെ നീതി അവരുടെ മേൽ കണക്കിട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തപ്പെടുമ്പോൾ നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നത് ആർ. ദൈവം ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നും അല്ല കേട്ടോ, ഇന്ന ആൾക്കാരെയൊക്കെ എക്സംപ്റ്റ് ചെയ്ത് പോലും അവർക്ക് ശിക്ഷയുണ്ട് എന്ന് വിധി മാറ്റി എഴുതുമോ? ഒരിക്കലുമില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ നീതി മനുഷ്യരുടെ മേൽ കണക്കിടുകയാണ്. അത് കണക്കിടുന്നതാണ്, കണക്കിടുന്ന നീതി. ഈ നീതിയാലാണ് ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് സ്റ്റാൻഡിങ് ഉള്ളത്, നിലനിൽപ്പ് ഉള്ളത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് നാം റോമലേഖനം 5:1 വാക്യത്തിൽ നാം വായിക്കും. അപ്പോ നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നത് ആര്? ക്രിസ്തുവിന്റെ നീതി വിശ്വസിക്കുന്നവരുടെ മേൽ കണക്കിട്ട പ്രഖ്യാപനം ദൈവം നടത്തിയിരിക്കുകയാണ്. ഓക്കെ, അത് കേവലം പാപക്ഷമ മാത്രമല്ല, പിന്നെയോ ഇമ്പ്യൂട്ടിങ് റൈച്ചസ്നെസ് കൂടെ. നീതി കണക്കിടുന്നത് കൊണ്ട് പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് മാത്രമല്ല, പുത്രന്റെ നീതി അവന്റെ മേൽ കണക്കിട്ടുകൊണ്ടാണ് അവൻ നമ്മെ നീതീകരിച്ചിരിക്കുന്നത്. ഇനി ശിക്ഷ വിധിക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് വസ്തുത എന്ന് പറയുന്നത് കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 5:21 വാക്യത്തിൽ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവനെ പാപം ആക്കിയെന്നാണ്. അപ്പൊ ഈ നീതി വെറുതെ കിട്ടിയ നീതിയൊന്നാണ്. ദൈവം വലിയ വില കൊടുത്ത് സമ്പാദിച്ച നീതിയാണ്, അല്ലെങ്കിൽ നൽകിയ നീതിയാണ്. അപ്പോ പുത്രനെ തകർത്തുകൊണ്ട് പുത്രന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുവാനായിട്ട് ദൈവത്തിന്റെ പ്രഖ്യാപനമാണ് നീതീകരിക്കുന്നവൻ ദൈവം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഇത് ശരിക്കും പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണിയുടെ ഭാഗമാണ്. യെശയ്യാപ്രവചനം 50:8-9 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ നീതീകരിക്കുന്നവൻ സമീപത്താണ്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം, എന്റെ പ്രതിയോഗി ആർ? ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു, എന്നെ കുറ്റം വിധിക്കുന്നവൻ ആര്? നോക്കണേ, യെശയ്യാപ്രവചനം 50:8-9 വാക്യങ്ങൾ. ഇതേ കാര്യത്തെ തന്നെയാണ് ഇവിടെ മറ്റൊരു ഭാഷയില് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, നീതീകരിക്കുന്നവൻ ദൈവം. യെശയ്യാ പറയുന്നത് എന്റെ സമീപത്തുണ്ട്, നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവനാ. ഇനി ആർക്ക് വാദവുമായിട്ട് വരാൻ പറ്റും?
ഈ നീതീകരിച്ച ശരിയായല്ല കേട്ടോ, അവൻ മഹാ കുറ്റക്കാരനാണ് കേട്ടോ. ഇതിനകത്ത് അത്രയൊന്നും പോരാ, ഇച്ചിരി പാളിച്ചകളൊക്കെ ഉണ്ട്. യേശു കർത്താവിന്റെ ക്രൂശിലെ ആകെ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല, സഫിഷ്യന്റ് ആയിരുന്നില്ല. വാദിക്കാൻ ആരുണ്ട്? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാമെന്നാണ് യെശയ്യാവ് പറയുന്നത്. നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. നീതീകരിക്കുന്നവന്റെ സമീപത്തോട്ട് വാദിക്കാനുള്ളവർ വരട്ടെ, നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. ഓക്കെ, എന്റെ പ്രതിയോഗി ആരാണ് എന്നെ കുറ്റം വിധിക്കുന്നവൻ? എന്റെ പ്രതിയോഗി, എനിക്കെതിരെ നിൽക്കുന്നത് ആരാണ്? ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു, കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവൻ ആര്? പ്രിയമുള്ളവര്, ദൈവസന്നിധിയിൽ വിശ്വാസിക്ക് ലഭ്യമാകുന്ന സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്റ്റാൻഡിങ് ആണ്. ഒരു വ്യക്തിക്കോ ശക്തിക്കോ അതിനെ മറികടക്കുവാനായിട്ട് ആകില്ല. അത്രയ്ക്ക് അനുകൂലമായിട്ട് ദൈവം നമുക്ക് നിലകൊള്ളും. എന്താ റീസൺ? കാരണം എന്താ? ഇത്രയും ധൈര്യത്തോടുകൂടെ ചോദിക്കുവാനായിട്ട് കാരണം എന്താ? തൊട്ടടുത്ത വാക്യം, ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ആഹാ, 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യത്തിനും അല്ലെങ്കിൽ സമൂഹത്തോടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഈ ഒരു ചോദ്യത്തിന് പ്രതികൂലം ആര്, കുറ്റം ചുമത്തുന്നവൻ ആര്, ശിക്ഷ വിധിക്കുന്നവൻ ആര് എന്നൊക്കെയുള്ള ചോദ്യം ഒരു കോടതിയിൽ ഉയർത്തുമ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലും വാദവുമായിട്ട് വന്നാൽ അവർക്ക് നിൽക്കുവാൻ സാധ്യമല്ല. എന്താ കാരണം? യേശുക്രിസ്തു മരിച്ചവൻ, യേശുക്രിസ്തുവിന്റെ മരണം, ക്രൂശ് മരണം ആർക്കും നിഷേധിക്കാനാകില്ല, ആർക്കും ചലഞ്ച് ചെയ്യാനാകില്ല. അതിനെ മറികടക്കുന്ന ഒരു ദൈവിക പദ്ധതിയെക്കുറിച്ച് ആർക്കും പറയുവാൻ സാധ്യമല്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചോ? ഇല്ല, ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. യേശുക്രിസ്തു മരിച്ചവൻ, തീർന്നില്ല, മരിക്കുക മാത്രമല്ല, രണ്ടാമത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. മരിച്ചു അതുവഴി മൺമറഞ്ഞു പോയി എങ്കിൽ ഒരുപക്ഷെ ചലഞ്ച് ചെയ്യാമായിരുന്നു. കാരണം ആ വ്യക്തിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? പക്ഷപാതം ചെയ്യാൻ സാധ്യമല്ല. ദൈവസേനയിൽ കാര്യസ്ഥനായിട്ട് വക്കീലായിട്ട് നിൽക്കുവാനായിട്ട് സാധ്യമല്ല. മരിച്ച പുരോഹിതന് നിത്യമായിട്ട് ഈ കാര്യത്തിന് എന്ത് ചെയ്യാൻ സാധ്യമല്ല? മറുവശത്ത് നിൽക്കുവാൻ സാധ്യമല്ല. ഒരു വക്കീലായിട്ട്, ഒരു പക്ഷപാതക്കാരനായിട്ട് നിൽക്കുവാൻ സാധ്യമല്ല. എന്നാൽ ക്രിസ്തു മരിച്ചവൻ മാത്രമല്ല, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് അതുവഴി അങ്ങ് പോയവനല്ല. പിന്നെയോ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകിയിരിക്കും. പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി എന്താ, ഇതിലപ്പുറം ഒരു സ്ഥാനം, ഒരു പദവി ഇല്ല, വേറെ ആർക്കും ഇല്ല. പിതാവിന്റെ വലഭാഗം എന്ന് പറയുമ്പോൾ സകല നാമത്തിനും മേലായ, സകലത്തിനും അധികാരിയായ യേശു കർത്താവ് പരമാധികാരിയായി നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് മരിച്ചവൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ, ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിലകൊള്ളുന്നവൻ ഇനി വെറുതെ നിൽക്കുകയാണോ? നിഷ്ക്രിയനായിട്ട് നിൽക്കുകയാണോ? എന്തും കണ്ടിട്ട് കാണാത്തതുപോലെ, കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായനെ പോലെ നിൽക്കുകയാണോ? ഇല്ല, ഇല്ല. യേശു കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിഷ്ക്രിയനാകുന്നവനല്ല. അവൻ എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യും. ഇനി ഏത് കുറ്റാരോപണവും ഏത് പ്രതികൂലവും വന്നുകൊള്ളട്ടെ, അവിടെ യേശു കർത്താവ് നിൽക്കുന്നവനാണ്, നമുക്ക് വേണ്ടി നിൽക്കുന്നവൻ. എബ്രായ ലേഖനത്തിൽ യേശു കർത്താവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ഊന്നി പറയുന്നുണ്ട്. ഒന്ന്, യേശു കർത്താവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത മാനുഷിക പൗരോഹിത്യങ്ങൾ പോലെയല്ല, ലേവിയിൽ നിന്ന് തുടങ്ങിയ പൗരോഹിത്യമല്ല, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. 2, മരിച്ചു പോകുന്ന പൗരോഹിത്യമല്ല, മാറാത്ത പൗരോഹിത്യം. യേശു കർത്താവിന്
ലഭ്യമായിരിക്കുന്നു. മാറാത്ത സദാ ജീവിക്കുന്നവനാകിയ മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചവൻ, എന്നേക്കും ഒരു പുരോഹിതൻ. അവൻ സദാ ജീവിക്കുന്ന പുരോഹിതനാണ്. മൂന്നാമത്തെ കാര്യം, പെർഫെക്റ്റ് പ്രീസ്റ്റ്. അവൻ പൂർണ്ണതയുള്ള സമ്പൂർത്തിയുള്ള ഒരു പുരോഹിതനാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്ര, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. അപ്പൊ ആ നിലയില് കുറവില്ലാത്ത തികഞ്ഞ പുരോഹിതനാണ്, തികഞ്ഞ പെർഫെക്റ്റ് ഹൈ പ്രീസ്റ്റ് യേശു കർത്താവിന്റെ പുരോഹിതൻ. ഓക്കെ, ഒന്ന്, ഇറ്റ് ഇസ് ഡിവൈൻലി അപ്പോയിന്റഡ്. മാനുഷിക മുഖാന്തരങ്ങളിലൂടെ അല്ല യേശു കർത്താവ് മഹാപുരോഹിതനായത്. രണ്ടാമത്തത്, ഇറ്റ് ഇസ് നോട്ട് ടെമ്പററി, മരണത്താൽ അവസാനിക്കുന്നതല്ല, ഇറ്റ്സ് എറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുരോഹിതനാണ്. എന്ന് പറഞ്ഞാൽ മാനുഷ്യമായിട്ടുള്ള പുരോഹിതന്മാർ തന്റെ ബലഹീനതയ്ക്ക് ആദ്യം എന്ത് ചെയ്യണം? യാഗം അർപ്പിച്ചിട്ട് ശേഷമാണ് മനുഷ്യന് വേണ്ടി പോകുന്നത്. അപ്പൊ അവന്റെ കുറവിനെ കുറിച്ച് നോക്കിക്കോളൂ, അവന്റെ പോരായ്മയെ കുറിച്ച് നോക്കിക്കോളൂ. എന്നാൽ ഒരു കുറവുമില്ലാത്ത, ഊനമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ പുരോഹിതനാണ്. അവൻ സദാകാലത്തേക്ക് പക്ഷപാതം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റാരോപണം നടത്താൻ പറ്റില്ല. ദൈവം നീതീകരിച്ചവരെ ശിക്ഷ വിധിക്കാൻ പറ്റില്ല. ദൈവമക്കൾക്കെതിരെ എന്താ പ്രതികൂലമായിട്ട് നിൽക്കാൻ സാധ്യല്ല. കാരണം ദൈവം അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പൊ ഇങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്ക്. അപ്പൊ യേശു കർത്താവിന്റെ പ്രീസ്റ്റ്ലി മിനിസ്ട്രിയെ കുറിച്ച് നാം ബോധ്യതയുള്ളവർ ആയിരിക്കും. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, നാം മിടുക്കരായതുകൊണ്ടാണ് നിലകൊള്ളുന്നത്, നാം മിടുക്കരായതുകൊണ്ടാണ് കൃപയിൽ നിന്ന് വീഴാതിരിക്കുന്നത്, നാം മിടുക്കരായതുകൊണ്ടാണ് ദൈവം നമ്മെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. നമ്മിലെന്നും അപൂർണതകൾ മാത്രമേ, നമ്മിലെന്നും കുറവുകൾ മാത്രമേ. ക്രൂശിൽ നമ്മെ അവൻ കണ്ടപ്പോഴും, ക്രൂശിലെ യാഗത്താൽ അവൻ നമ്മെ ആകർഷിച്ചപ്പോഴും, അവൻ നമ്മെ വീണ്ടെടുത്തപ്പോഴും, നീതീകരിച്ചപ്പോഴും നാം എന്താകുന്നുവോ അതേ അവസ്ഥയാണ് അവൻ നമ്മെ സ്വീകരിച്ചു. ഇനി നമ്മെ നിലനിർത്തുന്നതും ദൈവം തന്റെ കൃപയിലാണ്. ഇനി നമ്മെ ഗ്ലോറിഫിക്കേഷന് വിധേയമാക്കുന്നു, തേജസ്കരണത്തിന് വിധേയമാക്കുന്നു, അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. അപ്പൊ ആ നിലയില് ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ? അനേക കാര്യങ്ങളോട് പറയുന്നത്. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ ഇതിനകത്ത് ഉൾപ്പെടാത്തതായിട്ട് എന്താണ് ഉള്ളത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുക. ഇത് പലപ്പോഴും വായിച്ചിട്ട് നാം തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം. എന്താ? നമ്മൾ പലപ്പോഴും ഇത് ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഇതിനൊന്നും സാധ്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കാറുണ്ട്. Who shall separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് നോട്ട് അവർ ലവ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അത് ഇതിന്റെ 28ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. എന്താ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദോസ് ഹു ലവ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കാര്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരുടെ കാര്യമാണ്? ക്രിസ്തുവിന്റെ സ്നേഹം, ദി ലവ് ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് അവർ ലവ് ഫോർ ക്രൈസ്റ്റ് ബട്ട് ഹിസ് ലവ് ഫോർ us. ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹം ഇത്ര സ്നേഹമാണോ? ഇത്ര സ്നേഹമാണോ? യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ വാക്യം, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. നാം നേരത്തെ വായിച്ചതുപോലെ യോഹന്നാന്റെ ലേഖനം
ഒന്നാം ലേഖനം 4-ാം അധ്യായം 9-10 വാക്യം, ദൈവം തന്റെ ഏകജാതനപുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആർ എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ ക്രിസ്തു യേശുവിന് നമ്മോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സ്നേഹം എന്ന് പറയുന്നത് അന്ത്യത്തോളം അവസാനത്തോളം സ്നേഹിക്കുന്നതാണ്. ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്ന സ്നേഹമല്ല. നമ്മുടെ സ്നേഹം എഫെസോസിലെ സഭയോട് പറയുന്ന നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ വീണുപോയി അല്ലേ? ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയി. സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ, ഇല്ലായ്മകളൊക്കെ നമ്മിലുണ്ട്. അത് മാനുഷിക സ്നേഹത്തിന്റെ പരിമിതികളാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ പോലും ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് എന്ത് സംഭവിക്കുന്നില്ല? ഇടർച്ച അല്ലെങ്കിൽ അത് മാറിപ്പോകുന്നില്ല. രക്ഷയുടെ ഭദ്രത കുടികൊള്ളുന്നത് ഇവിടെയാണ്. എന്താ? ഗോഡ് സോ ലവ് ദ വേൾഡ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഇത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന, വിട്ടുകളയിക്കുന്ന ഒരു കാര്യവുമില്ല എന്നാണ്. കഷ്ടത വന്നാലും, സങ്കടം വന്നാലും, ഉപദ്രവം വന്നാലും ഒക്കെ ഇച്ചിരി കഷ്ടത കൂടുതലാണ്, ദൈവം തീരുമാനിച്ചു ഇനി മുതൽ അവനെ സ്നേഹിക്കണം. അങ്ങനെയല്ല, ലോക മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഒരു കാര്യത്തിനും ഇവിടെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഭൗമികമായിട്ട് നേരിടുന്ന സഫറിങ്സിനെ കുറിച്ച് 7 കാര്യങ്ങൾ പറയും. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. 7 കാര്യങ്ങൾ. പിന്നെ പറഞ്ഞിട്ടുണ്ട് മരണത്തിനോ ജീവനോ. മരണം കൊണ്ട് അവസാനിക്കുന്ന സ്നേഹമാണ് ഭൂമിയിലെ സ്നേഹമല്ല, അതിലപ്പുറം ഇല്ല. എന്നാൽ ഈ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ മരണത്തിന് സാധ്യമാണ്. മരണം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ മരണം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നഷ്ടപ്പെടും. ഇല്ല, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഏഞ്ചലിക് വേൾഡ് അല്ലെങ്കിൽ ഡിമണിക് വേൾഡ്, ആ ലോകത്തിന് സാധ്യമല്ല. അങ്ങനെയുള്ള അധികാരങ്ങൾക്ക് സാധ്യമല്ല. ടൈം നോക്കിക്കോളൂ. ഇപ്പോഴുള്ളതിനോ ഇനി വരുവാനുള്ളതിനോ, ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇല്ല. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, നമ്മോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല. സാധ്യമല്ല എന്ന് മാത്രമല്ല, അതിന്റെ അവസാന വാക്യം 39-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. എന്താ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കും. എന്തൊരു സെക്യൂരിറ്റിയാ, എന്തൊരു അഷുറൻസാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം ക്രൂസിൽ ദൈവം പ്രദർശിപ്പിച്ച് അത് മായ്ച്ചു കളഞ്ഞതൊന്നുമല്ല. അത്ര സ്നേഹമായതുകൊണ്ടാണ് ക്രൂസിൽ അവൻ നമുക്ക് പകരമായിട്ട് മരിച്ചത്. അങ്ങനെയാണെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് ആർക്ക് ഏത് ശക്തിക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും? ദൈവം അത്രയ്ക്ക് നമ്മെ സ്നേഹിച്ചു. ഇതിന്റെ മധ്യത്തിൽ ഇതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ വൈതരണികൾ, കഷ്ടതകൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒരുപക്ഷെ പിന്നോട്ട് വലിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഈ പല കാര്യങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ മധ്യത്തിൽ നിങ്ങൾ പരാജിതരല്ല എന്നാണ്. ഇതിലൊക്കെയും പൂർണ്ണ ജയം നമുക്ക് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുക. അതിന്റെ 36-37 വാക്യങ്ങൾ. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിച്ചു. എന്താ ഇപ്പോഴത്തെ കണ്ടീഷൻ? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിന്റെ നിമിത്തം. ഇത് സങ്കീർത്തനങ്ങളിലെ ഒരു ഉദ്ധരണിയാണ്. 44-ാം സങ്കീർത്തനം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു.
44-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിലെ ഉദ്ധരണിയാണ്. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. കൊല്ലും കൊലയും ദൈവജനത്തിനെതിരെ നടക്കുന്നുണ്ട്. അറുപ്പാറുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ബലഹീനത പോലെ തോന്നും, പ്രതികരിക്കാൻ സാധിക്കാത്തതുപോലെ തോന്നും, മിണ്ടാൻ കഴിയാത്തതുപോലെ തോന്നും. വിശ്വാസികൾ അത്തരത്തിലുള്ള പ്രതികൂലങ്ങളിൽ, കഷ്ടതകളിൽ, സാഹചര്യങ്ങളിൽ ചെന്നുപെടുന്നു. അവിടെ ഒരു പരാജിതന്റെ മുഖമല്ല ദൈവമക്കൾക്ക് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ TV-യിൽ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ട കാര്യമാണ്. കർത്താവിന്റെ ദാസനെ പോലീസ് പിടിച്ച്, സുവിശേഷം അറിയിച്ചത് കൊണ്ട് പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കിയിരിക്കുമ്പോൾ എല്ലാവരും പ്രതികൂലമാണ്. ചുറ്റും ആരും സഹായിക്കാനായിട്ട് ആരുമില്ല. അദ്ദേഹം ആയിരിക്കുന്നത് ഏത് ചാർജും അദ്ദേഹത്തിന് അഗൻസ്റ്റ് ഉണ്ടാകാം, എന്തും സംഭവിക്കാം. അവിടേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനും ആരില്ല. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടത് ഒരു പരാജിതന്റെ മുഖം എന്നായിരുന്നു. അദ്ദേഹം ഒരു ജയാളിയായിരുന്നു. എങ്ങനെയാ? ഇതിലൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. അതിന്റെ ആശയം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കീഴടക്കുന്ന വിജയി, ജയാളി, ജയാളിയെക്കാളും ജയാളി എന്നാണ്. സാധാരണ ക്രിസ്തീയ ജീവിതത്തിൽ നാം വളരെ സുഖകരമായിട്ട് ജീവിക്കുന്നു എങ്കിൽ അതിന് ജയജീവിതം എന്ന് പറയാം. പക്ഷെ മോർ ദാൻ കോൺകറർ ആകുന്ന എപ്പോഴാണെന്നറിയാം? മോർ ദാൻ കോൺകറേഴ്സ് ആകുന്നത് ഇങ്ങനെയുള്ള വൈതരണികളുടെ മധ്യത്തിൽ, ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അത് നമ്മെ ജയാളിയേക്കാൾ ജയാളിയാക്കി മാറ്റുന്നു. നാം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഈ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് മോർ ദാൻ കോൺകറേഴ്സ്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതാനുഭവങ്ങളെ വിശദമാക്കും. ബഹുസഹിഷ്ണുത, കഷ്ടത, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർബലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്. ഇതൊക്കെ വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപമാനങ്ങൾ, മാനവും അപമാനവും, ദുഷ്കീർത്തിയും സൽകീർത്തികളും അനുഭവിച്ചു. ഇതൊക്കെ സംഭവിച്ച് ജീവിക്കുമ്പോൾ ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ. ലോകം അവരെ വിലയിരുത്തുന്നത് ചതിയന്മാരെന്ന്, അല്ലേ? 1-ാം നൂറ്റാണ്ടിലും അത് സംഭവിച്ചു. നീറോ ചക്രവർത്തി ചെയ്ത കാര്യമുണ്ടോ? റോമിലെ തീപിടുത്തത്തിന്റെ ആരാണ്? ക്രിസ്ത്യാനികളാണ് എന്ന് വരുത്തി തീർത്തു. അതെല്ലാവരും വിശ്വസിച്ചു. അതിന്റെ കെയർ ഓഫില് അനേകരെ കൊന്നൊടുക്കി, അല്ലെ? ചതിയന്മാരെന്ന് ലോകം അവരെ മുദ്രകുത്തി. എന്നിട്ടും സത്യവാന്മാർ. ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. ഇവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ കോൺകറേഴ്സ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ പദവി എന്ന് പറയുന്നത് എന്താ? ജയാളിയായിട്ട് തീരുവാൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ജയാളിയാണ്. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ജയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജയമല്ല. പിന്നെയോ നാം ആരോടുകൂടെ നിൽക്കുന്നു? യേശു കർത്താവിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ ജയം നമ്മുടേതായിട്ട് മാറുന്നത്. യേശു കർത്താവിനോട് കൂടെ അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൽ ഉള്ളത് കൊണ്ടാണ് നാം മോർ ദാൻ കോൺകറേഴ്സ് ആയിട്ട് മാറുന്നത്. ക്രിസ്തുയേശുവിൽ ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നുമില്ല.
നാം ക്രിസ്തുവേശുവിൽ ആകുന്നത് കൊണ്ട് മാത്രമാണ് മോർ ദാൻ കോൺകറർ ആയിട്ട് മാറുന്നത്. എന്തുകൊണ്ട്? യേശു കർത്താവ് പാപത്തിന്റെ പ്രശ്നത്തെ അവൻ ജയിച്ചു. ഓക്കെ, സിൻ ഹാസ് ബീൻ ഡിഫീറ്റഡ് ബൈ ഹിം. മരണത്തെ യേശു കർത്താവ് വിജയിച്ചു. നമ്മുടെ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 വായിക്കുന്നു, എന്താ? ഡെത്ത് ഈസ് swallowed up വിക്ടറി. അവിടെ നാം ഒരു അതിന്റെ ഒരു പ്രഖ്യാപനമൊക്കെ, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് നാം അവിടെ വായിക്കും. ഹി ഡിഫീറ്റഡ് ഡെത്ത്. എബ്രായ ലേഖനം 2:15 മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവവിരുദ്ധ മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ എന്ത് ചെയ്തു? അവൻ രക്ഷിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവൻ തോൽപ്പിച്ചു. ഇനി എന്താണ് തോൽപ്പിക്കപ്പെടാനായിട്ടുള്ളത്? തോൽപ്പിക്കാനായിട്ട് എന്താണുള്ളത്? യേശു കർത്താവ് അവൻ ജയാളിയാണ്. അവന്റെ ക്രൂസിലൂടെ അവൻ സകലത്തിന്മേലും ജയം അവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലുള്ളവര് ഇതിലൊക്കെയും മോർ ദാൻ കോൺകറേഴ്സ് ആയിട്ട് മാറും. പ്രായോഗികമായിട്ട് നിങ്ങളുള്ളവരെ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഏതെങ്കിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം തല കുനിയുന്നവരായിട്ടല്ല, നാം നിരാശപ്പെടുന്നവരായിട്ടല്ല, ഒന്നുമില്ലാത്തവരെങ്കിലും സകലവും കൈവശമുള്ളവരെ, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ദുഷ്കീർത്തി സൽകീർത്തി മാന അപമാനങ്ങൾ ഇതൊക്കെ ഒരേ മുഖത്തോടെ ഏറ്റെടുക്കുവാനായിട്ട്, ഒരേ മനസ്സോടെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആർ വി ഇൻ ക്രൈസ്റ്റ്? നാം ക്രിസ്തുവിനുള്ളവരോ? ക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിനുള്ളവർക്ക് ദൈവം അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു കാരണവശാലും നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിലുള്ളവർക്ക് യേശു ക്രിസ്തു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം, കംപ്ലീറ്റ് വിക്ടറി, മോർ ദാൻ കോൺകറേഴ്സ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാനാകില്ല. ഇത് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ. ഇത് നമ്മുടെ മുമ്പാകെ റോമാലേഖനത്തിൽ വാദിച്ച് തെളിയിച്ച് അത് കൺക്ലൂഡ് ചെയ്തിരിക്കും. പ്രിയമുള്ളവരെ, നാം എത്രയോ ഭാഗ്യശാലി. ഈ രാത്രി സമയം ഈ വചനത്തിന്റെ ചിന്തയുടെ മുമ്പാകെ ക്രിസ്തുവിനെ ധ്യാനിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ ധ്യാനിക്കുവാൻ, ക്രിസ്തുവിന്റെ നമ്മോടുള്ള ബന്ധത്തിലുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്യുവാൻ, അത് ആസ്വദിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവും പിതാവായ ദൈവവും പുത്രനായ ദൈവവും എപ്രകാരം നമ്മോടുള്ള ആ സ്നേഹത്തിന്റെ അതിരേകം നിമിത്തം നമ്മിൽ ശ്രദ്ധാലുക്കളായിരിക്കുന്നു, അത് നമ്മെ സംബന്ധിച്ച് ഉത്തരവാദിത്വമുള്ളവരാക്കി, ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി നമ്മെ തീർക്കേണ്ടതാണ്. ഡു വി ലവ് ക്രൈസ്റ്റ്? നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും. ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ആത്മീക വർധനയ്ക്ക് ഉതകട്ടെ. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.